ആ വെല്ലുവിളിയൊന്നും പിന്നെ പരിഹാസ്യത്തോടു കൂടി നോക്കിക്കാണേണ്ട കാര്യമാണ്. CPIM-നെ മതേതരത്വം പഠിപ്പിക്കാനും CPIM-നെ വർഗീയതയ്ക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കാനും ഒക്കെ പഠിപ്പിക്കാൻ കഴിയാവുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനമായിട്ടേയില്ല, ഇന്ത്യ രാജ്യത്തായിട്ടില്ല. ഇദ്ദേഹം ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തന്നെ ശ്രീമതി സ്മൃതി പരിശോധിക്കൂ. കൊല്ലം കോർപ്പറേഷന്റെ ആദ്യത്തെ മേയർ ആരാ? സ്മൃതിക്ക് ഓർമ്മയുണ്ടോ? കോർപ്പറേഷനായിട്ട് ആദ്യമായി കൊല്ലം കോർപ്പറേഷൻ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ വളരെ ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടി സബിത ബീഗം, അവരായിരുന്നു കൊല്ലം മേയർ. തിരുവനന്തപുരത്തിന്റെ മേയർഷിപ്പ് വനിതയ്ക്ക് ചെറിയ പ്രായത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഏൽപ്പിച്ചപ്പോ അത് സമുദായം നോക്കിയാന്നൊക്കെ പറയണമെങ്കിൽ എത്രമാത്രം ഉരത്ത വർഗീയത മനസ്സിൽ വെച്ചോണ്ടാ. കോർപ്പറേഷന്റെ ആദ്യത്തെ മേയർ അല്ല മുസ്ലിം. അല്ല, ലീഗിനെതിരെ നിങ്ങൾ പറയുന്നോ വർഗീയതല്ലേ? ലീഗിനെതിരെ നിങ്ങൾ പറയുന്നത് വർഗീയതല്ലേ? 5-ാം മന്ത്രി എന്ന് പറഞ്ഞു വർഗീയതല്ലേ? അപ്പൊ ലീഗിനെ നിങ്ങൾക്ക് ആക്ഷേപിക്കാന്നാ? അല്ല, അതൊന്നും ശരിയല്ല. പറയട്ടെ ശ്രീ ഗോപൻ മറുപടി. അല്ല സ്മൃതി, അദ്ദേഹത്തെ തന്നെ അങ്ങ് വിളിച്ചു, ഞാനങ്ങ് നിർത്തി. എനിക്ക് വഴക്കിടാൻ വയ്യ. മര്യാദയ്ക്ക് ചർച്ചയിൽ പങ്കെടുക്കുന്നവരുമായിട്ടുള്ള ചർച്ചയേ ഉള്ളൂ, അത് വിശിഷ്ട റിപ്പോർട്ടറി, അല്ലാതെ ചർച്ചയില്ല. അദ്ദേഹം 2 പ്രാവശ്യം ഇവിടെ ഘോരഘോരം പറഞ്ഞു. ഞങ്ങൾ ഇരിക്കുന്നവർക്കെല്ലാം അഭിപ്രായം കാണൂല, ഞങ്ങൾ ആരെങ്കിലും ഇടപെട്ടോ? അപ്പൊ അലമ്പാക്കുക ചർച്ചയ്ക്കകത്ത്, അതും ലാസ്റ്റ് റൗണ്ടിൽ. ഇതൊരു സ്ഥിരം ശൈലിയാണ്. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് അങ്ങനെ ചർച്ച ചെയ്യുന്നത്. ലീഗിന്റെ 5-ാം മന്ത്രി സ്ഥാനം പറഞ്ഞതിന്റെ കാര്യം എന്താ? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ഘടകകക്ഷി കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി. അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞ് അങ്ങ് എടുത്തിട്ടാ മതി, ഞാൻ പറഞ്ഞത് വിട്. നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരുടെ അഭിപ്രായം എടുക്കുന്നേ. വോയിസ് ക്ലിപ്പ് കിടപ്പുണ്ട്. 5-ാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടി മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതിനെതിരായിട്ട് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി നേതാക്കൾ പരസ്യമായി പറഞ്ഞ അഭിപ്രായത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞങ്ങൾ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിയല്ലേ? എത്ര കൊല്ലം കേരളത്തിൽ പ്രതിച്ഛായ ചർച്ച നടത്തി? ഭരണം നടന്നില്ല കേരളത്തിൽ. ഇത് മാത്രമായിരുന്നു ചർച്ച. ഞാൻ പിന്നെ മുസ്ലിം ലീഗിന്റെ കാര്യം മാത്രമാണോ പറഞ്ഞേ? നിങ്ങൾ രണ്ടാമത് പറഞ്ഞു കേൾക്കാൻ എന്താ? പെരുന്നയിൽ നിന്ന് ഉയർന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്നല്ലോ, രമേശ് ചെന്നിത്തലയ്ക്ക് 2-ാം സ്ഥാനം കൊടുക്കണമെന്ന്. അത് നിങ്ങൾ ഓർമ്മയില്ലേ? അത് മുസ്ലിമാണോ? സുകുമാരൻ നായർ മുസ്ലിമാണോ? NSS മുസ്ലിമാണോ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ മാത്രം നിങ്ങൾ ഏറ്റെടുക്കുക എന്ന് നോക്കിയതേ. ഞാൻ ആ 2 കാര്യങ്ങളും പറഞ്ഞു. ആ 2 കൂടെ വെച്ചോണ്ടാ ഞാൻ പറഞ്ഞേ. അല്ല, 2 കൂടെ വെച്ചോണ്ടാ പറഞ്ഞേ. അപ്പോ 5-ാം മന്ത്രി സ്ഥാനവും 2-ാം പൊസിഷനും എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ലീഗുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നിലപാട്, ഇപ്പോൾ പഴയ കാലത്തിൽ അങ്ങിപ്പോൾ സബിതാബീഗത്തിനെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു, ശരി തന്നെ. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന നിലപാടാണ് നിങ്ങൾക്കെതിരെ ഒരു വിമർശനത്തിനൊരു പ്രധാനപ്പെട്ട കാരണം. ലീഗുമായി ബന്ധപ്പെട്ട് CPM എടുക്കുന്ന നിലപാട് ചില സമയത്ത് അത് വർഗീയ പാർട്ടിയാണെന്ന് പറയുന്നു, ചില സമയത്ത് അത് അങ്ങനെയല്ല മതേതര പാർട്ടിയാണെന്ന് പറയുന്നു. അപ്പോൾ അതിന്റെ ഒരു വ്യക്തത വേണം. അതുകൂടി പറഞ്ഞ ശേഷം ഞാൻ അനൂപിന്റെ മറുപടിയിലേക്ക് പോകാം. ആ വ്യക്തത ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റൂ. ശ്രീമതി സ്മൃതിയെ പോലുള്ള ആളുകളെ ഉണർത്താനൊന്നും പറ്റില്ല. കാരണം ഞങ്ങൾ മുസ്ലിം ലീഗിനെതിരായി നിലപാടെടുത്താൽ, ജമായത്തെ ഇസ്ലാമിക്കെതിരായി നിലപാടെടുത്താൽ, RSSനെ നിലപാടെടുത്താൽ അത് ആ സമുദായത്തിനെതിരെയുള്ള നിലപാടായിട്ട് നിങ്ങൾ എന്തിനാ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? മുസ്ലിം ലീഗ് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെ പ്രസ്ഥാനമാണോ? ജമായത്തെ ഇസ്ലാമി എത്രയോ ചെറിയൊരു വിഭാഗത്തിന്റെ മാത്രം പ്രസ്ഥാനമാണ്. അവരുടെ ആശയത്തെ ഞങ്ങൾ എതിർക്കുന്നത്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിലെ അല്ല, നിങ്ങൾ പറഞ്ഞു തരണ്ടെന്നാ ഞാൻ പറഞ്ഞത്. കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെ പ്രസ്ഥാനമല്ല. എത്രയോ വലിയ മുസ്ലിം വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം ഏത് പ്രതിസന്ധിയിൽ നിൽക്കുന്നു. എന്താ കാര്യം? എന്താ കാരണം? കോൺഗ്രസ് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ വഞ്ചിച്ചിട്ടേ ഉള്ളൂ. ശ്രീമതി സ്മൃതി, ഉത്തർപ്രദേശിൽ 2 MLA-മാരേ ഉള്ളൂ കോൺഗ്രസിന്. എത്ര കോടി മുസ്ലിങ്ങളുണ്ട് ഉത്തർപ്രദേശിൽ? എന്താ കോൺഗ്രസിനെ വിശ്വസിക്കാത്തെ? ബീഹാറിൽ എന്താ കോൺഗ്രസിനെ വിശ്വസിക്കാഞ്ഞേ? കർണാടകത്തിൽ ചുമതല ഏൽപ്പിച്ചല്ലോ, മുസ്ലിം കോളനിയാണല്ലോ ഇടിച്ചു നിരത്തിയത്. ഏത് സ്റ്റേറ്റിലാണ് മുസ്ലിം ജനവിഭാഗത്തെ കോൺഗ്രസ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഒരു സ്റ്റേറ്റ് പേര് പറ. അവിടെ തകർന്നടിയുന്നത് എന്ന അഭിപ്രായമാണോ CPM-നുള്ളത് എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട്. അവിടെ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് മുസ്ലിം ന്യൂനപക്ഷത്തെയൊക്കെ എങ്ങനെയാണ് തുടച്ചു നീക്കിയിട്ടുള്ളതെന്ന് അറിയാത്ത ആളുകളല്ലല്ലോ CPM. പല ഘട്ടങ്ങളിലും ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന സമീപനത്തെ കുറിച്ചാണ് ചോദ്യം. കേരളത്തിലേക്ക് വരൂ. കേരളത്തിൽ ലീഗുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഇപ്പോഴത്തെ സമീപനം എന്താണ്? ഞാൻ കേരളത്തിലേക്കൊക്കെ വരാം സ്മൃതി, കേരളത്തിലേക്ക് വരാം. നിങ്ങൾ ആകെ കേരളത്തിൽ ഒരു തുരുത്തിനെ കൂടി നിങ്ങൾക്ക് ഇല്ലാതാക്കി ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ വടക്കേ ഇന്ത്യയിൽ BJP കൈകാര്യം ചെയ്യുന്നത് പോലെ കേരളത്തിൽ നിങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കണം. കോൺഗ്രസിനെ വിശ്വസിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളുടെ കൂടെ നിന്നാൽ വടക്കേന്ത്യയിലെ പോലെ നടപടി എടുക്കാം.
Debate with Smriti Parathikkad.